കാട്ടാക്കട ഉപജില്ലാ സ്കൂൾ കലോത്സവം 2025 നവംബർ 4 മുതൽ 7 വരെ വേയാട് സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയാണ്. അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന പത്രസമ്മേളനമാണിത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിലേക്കായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കാട്ടാക്കട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബീനകുമാരി മേഡമാണ്. അതോടൊപ്പം വെന്യൂവിലെ പ്രിൻസിപ്പലും ഇതിൻ്റെ ജനറൽ കൺവീനറുമായി പ്രവർത്തിക്കുന്നത് ഈ സ്കൂളിലെ തന്നെ പ്രിൻസിപ്പലായ റോയ് സാറാണ്. ഈ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന KPST സംഘടനയുടെ അധ്യാപകൻ കൂടിയായ ജിമ്മി സാറാണ്. ഈ 3 പേരും ഇതിനെക്കുറിച്ച് ആധികാരികമായി 2025-26 അധ്യയന വർഷത്തെ കാട്ടാക്കട സബ് ജില്ലാ കലോത്സവം നവംബർ മാസം 4, 5, 6, 7 തീയതികളിൽ വേയാട് സെന്റ് സേവിയേഴ്സ് HSS സ്കൂളിൽ വെച്ചിട്ട് നടക്കുകയാണ്. ഏകദേശം 96 സ്കൂളുകളിൽ നിന്നും 4025 കുട്ടികളാണ് 4 ദിവസമായിട്ട് നടത്തുന്ന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എല്ലാവിധ സജ്ജീകരണങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. 13 സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഈ കലാമേളയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇവിടെ വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലില്ലി മോഹൻ ചെയർമാനായിക്കൊണ്ടാണ് നമ്മൾ ഈ കലാമേളയ്ക്ക് സ്വാഗത സംഘം രൂപീകരിക്കുകയും സംഘാടക സമിതി രൂപീകരിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചുകൊണ്ട് ഈ കലാമേള വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടത്. ഇത് കുട്ടികളുടെ ഒരു മാമാങ്കത്തിനുള്ള ഒരു കേളികൊട്ട് കൂടിയാണ്. ഇവിടെ എല്ലാ കുട്ടികൾക്കും ഒരു കുട്ടിയെ പോലും നമ്മൾ അവസരം നഷ്ടപ്പെടുത്താതെ എല്ലാ കുട്ടികൾക്ക് അവസരം കൊടുത്തുകൊണ്ടാണ് ഈ കലാമേള നടത്തുന്നത്. അപ്പൊ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏതൊരു പരാതിക്കും ഇടയില്ലാത്ത വിധമാണ് നമ്മുടെ ഈ മേള നടത്തുന്നത്. 96 സ്കൂളിൽ നിന്നും 4025 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. 4-ാം തീയതി 1350 കുട്ടികളും 5-ാം തീയതിയും അതേ 1350 കൂടുതൽ കുട്ടികളും 6-ാം തീയതിയും 1350 കൂടുതൽ കുട്ടികളും 7-ാം തീയതി ആവുമ്പോൾ മേളകളുടെ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. 600 കുട്ടികൾക്കകത്താണ് പങ്കെടുക്കുന്നത്. 5 മണിക്ക് നമ്മൾ സമാപന സമ്മേളനവും നടത്തുന്നുണ്ട്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് MP ആയ അടൂർ പ്രകാശ് സാറാണ്. ഉദ്ഘാടന സമ്മേളനം ഏറ്റവും ആരാധ്യനായ നമ്മുടെ കാട്ടാക്കട MLA IB സതീഷ് സാർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ സബ് ജില്ലയിൽ വളരെ ദീർഘകാലമായിട്ട് അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന സാറാണ് മര്യാദ സാർ റിട്ടയർഡ് അധ്യാപകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ അടുത്ത കാലത്താണ് സാറ് മരണപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന KSTS സംഘടനയിലെ അധ്യാപക സുഹൃത്തുക്കൾ നമുക്കിങ്ങനെ ഒരു എവർ റോളിംഗ് ട്രോഫി തന്നിട്ടുള്ളത്. LPയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിനാണ് ഈ ട്രോഫി സമ്മാനിക്കുന്നത്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ട്രോഫി നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിനെ സമ്മാനിക്കുന്നതാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഈ ട്രോഫി കൈമാറിയ എല്ലാ അധ്യാപകർക്കും എന്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ബന്ധപ്പെട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ DSPക്കും സ്ഥലം വിളപ്പിൽ സ്റ്റേഷനിലും അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂവിലും നമ്മളെ നോട്ടീസ് കത്ത് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ വരികയുണ്ടായി. ഫയർഫോഴ്സിൽ നിന്ന് ആൾക്കാർ വന്ന് എല്ലാ സ്റ്റേജിൽ നോക്കി സ്കൂളിലെ ഒരു സൗകര്യങ്ങൾ കുട്ടികൾക്ക് ഡാൻസിനും മറ്റു കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ നോക്കി 2 കാര്യങ്ങൾ അവർ പറഞ്ഞു. അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേജിന്റെ സൈഡിലുള്ള ചില ക്രമീകരണം, കാരണം കുട്ടികൾക്ക് വന്നിരിക്കാനും പോകാനൊക്കെയുള്ള വഴിയും മറ്റു കാര്യങ്ങളും. വേയാട് സെന്റ് സേവിയേഴ്സിനെ സംബന്ധിച്ച് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സബ് ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ നടക്കുന്നത്. അപ്പൊ ഈ ഇടവേള ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെയാണ് വെന്യൂ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇവിടുത്തെ അധ്യാപകരും PTA കളും രക്ഷകർത്താക്കളും കുട്ടികളും എല്ലാവരും അതൊരു ഉത്സവത്തോടെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഈ ഓരോ കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങൾക്ക് അങ്ങേറ്റം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ടീമാണ് നമ്മുടെ പ്രാദേശികമായിട്ടുള്ളത്, നാട്ടുകാരുടെ ഉൾപ്പെടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ കലോത്സവം മറ്റ് വർഷങ്ങളിലേക്കാൾ ഏറ്റവും മികച്ചതായി നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാളെ തുടങ്ങുന്ന കലോത്സവത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും.